തീർച്ചയായും ശ്രീ എം ജയചന്ദ്രനിലേക്ക് കൂടി ഞാനൊന്ന് പോവുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഒരു ജനതയുടെ ആവിഷ്കാരമാണ്, ഒരു ജനതയുടെ അടിയന്തരമായ നിലപാടും നടപടിയുമാകണം. കാരണം ഭരണഘടനയാണ് നമ്മുടെ മസ്തിഷ്കത്തിലുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ മസ്തിഷ്കത്തിലുള്ളത്. അവിടെ ആർട്ടിക്കിൾ 19 പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വശത്തിലെത്തുന്നതാണ് മാധ്യമപ്രവർത്തനവും ഇത്തരത്തിലുള്ള സിനിമയും ഒക്കെ. അതിനെതിരായുള്ള ആക്രമണമാണ്, ഭരണഘടനയ്ക്കെതിരായുള്ള ആക്രമണമാണ് BJP നടത്തുന്നത്. പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും അടക്കമുള്ളവരെ പ്രതിയാക്കി നീങ്ങുന്ന തരത്തിലേക്ക് സംഘപരിവാർ നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, അന്ന് മല്ലിക സുകുമാരൻ മുഖ്യമന്ത്രിയെ ശ്ലാഘിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്, നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇവർ മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ. അജിംസാറെ, ഈ എമ്പുരാൻ വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ കണ്ടത് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രയോഗങ്ങളുമായി, ഏറ്റവും മ്ലേച്ഛമായ പ്രയോഗങ്ങളുമായി BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ രംഗത്ത് വരുന്നതാണ്. അർബൻ നക്സലാണ് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ എന്നുള്ള പ്രസ്താവനയുമായിട്ടാണ് B. ഗോപാലകൃഷ്ണൻ ഇപ്പോ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള, ഞാനാണ് പറഞ്ഞ ഏറ്റവും മ്ലേച്ഛമായ തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവന തന്നെയാണ് ഗോപാലകൃഷ്ണൻ അടിസ്ഥാനരഹിതമായി ഉന്നയിക്കുന്നത്. അർബൻ നക്സൽ എന്നൊക്കെ ഉള്ളത് BJP അവരുടെ യൂണിയൻ ഗവൺമെന്റ്, ദേശീയ ഭരണകൂടം പലരെയും ഒഴിവാക്കാനായും ഇല്ലാതാക്കാനായും ഒക്കെ സൗകര്യം പോലെ മാറി മാറി പ്രയോഗിച്ചില്ലാതാക്കിയതൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള പരിപാടിയുമായി കേരളത്തിൽ ഇറങ്ങി തിരിച്ചു കളയാം എന്നുള്ള വ്യാമോഹം ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ അതങ്ങ് വാങ്ങി വെച്ചേക്കുന്നതാണ് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഗോപാലകൃഷ്ണൻ നല്ലത്. കേരളം അതിന് പറ്റിയ മണ്ണേ അല്ല. നിങ്ങൾ ഈ BJP എന്ന രാഷ്ട്രീയ കക്ഷിയും അതിന്റെ മുകളിൽ നിൽക്കുന്ന RSS എന്ന വലിയ, നിങ്ങളൊക്കെ അവകാശപ്പെടുന്ന വടവൃക്ഷവും ഒക്കെ ചെയ്യുന്നത് എന്താണെന്നും കേരളത്തിൽ നിങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. കാരണം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ വിവാദത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി തരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ വൈറസുകളാണ് നിങ്ങൾ BJP-ക്കാർ, സംഘപരിവാറുകാർ എന്ന് തന്നെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഒരു സിനിമയ്ക്കെതിരെ, ഇത്തരത്തിലുള്ള സിനിമയ്ക്കെതിരെ നിങ്ങൾ വലിയ പ്രചണ്ഡമായ കോലാഹലം അഴിച്ചുവിട്ടു, അതിനെ വെട്ടിമുറിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നൊക്കെ നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. വളരെ വളരെ തുച്ഛമായ സമയം, കൃത്യമായി പറഞ്ഞാൽ 2 മിനിറ്റ് 54 സെക്കൻഡ്, അതല്ലേ നിങ്ങൾ 17 വെട്ടി നശിപ്പിക്കാൻ നോക്കിയിട്ട് നശിപ്പിക്കപ്പെട്ടത്? അത്രയല്ലേ ഉള്ളൂ, അത്ര മാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ നശീകരണത്തിൽ വിധേയമായ എമ്പുരാനിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ രാഷ്ട്രീയ വൈറസുകളുടെ ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് കേരളത്തിന് ഒരു പുതുമയുള്ള പ്രതിഭാസവുമല്ല. പല ഘട്ടങ്ങളിലായി, പല രാഷ്ട്രീയ ഘട്ടങ്ങളിലും സാമൂഹ്യ സമ്മർദ്ദ ഘട്ടങ്ങളിലും ഒക്കെ കേരളം അതിജീവിച്ചു പോന്നിട്ടുള്ള രാഷ്ട്രീയ വൈറസ് തന്നെയാണ് നിങ്ങൾ. അത് ആവർത്തിച്ച് പലവട്ടം കേരളം നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നിട്ടും കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ നിങ്ങളൊരു സിനിമയെ വേട്ടയാടി അതിന്റെ പിന്നിലുള്ള പ്രധാനിയായ സംവിധായകനെ തന്നെ വേട്ടയാടിക്കൊണ്ട് ഈ എന്തോ നേടിക്കളയാം. പൃഥ്വിരാജ് ദേശദ്രോഹിയാണ്, എന്തുകൊണ്ട് CAA വിമർശിച്ചു, മോദി ഗവൺമെന്റ് വിമർശിച്ചു, അതിനെയും വിമർശിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്. അത് നിങ്ങളുടെ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഭരണഘടന അല്ലല്ലോ. ഇപ്പൊ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ വർഷം RSS എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റാത്തതിന് നിങ്ങൾ ജനങ്ങളുടെ മേൽ കുതിര കയറി കളയാം എന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ മറ്റേതോ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത് എന്നേ ഞങ്ങൾക്ക് കരുതാനാവും. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കേരളത്തിൽ ചെലവാവുകയില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ വൈറസ് എന്ന നിലയിലെ നിങ്ങളെ കാണാനും കഴിയും. കാരണം ഇവിടെ അത്രയും കരുത്തുള്ള ഒരു നവോത്ഥാനത്തിന് തുടർച്ചയായ ഇടതുപക്ഷമുണ്ട്. അതിൻ്റെ പ്രസക്തി ഇപ്പോഴാണ് മനസ്സിലായത്. നാലെണ്ണയുടെ ചട്ടി പൊട്ടിയാൽ എന്ത്, യഥാർത്ഥ സ്വഭാവം പിടികിട്ടിയല്ലോ എന്ന് പറയുന്നത് പോലെ എപ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ, ഇപ്പോഴല്ല എല്ലാ ഘട്ടത്തിലുമാണ്, പക്ഷേ ചില മൃദു മനസ്സുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള മൂർത്തമായ ചില സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. കാരണം കേരളത്തിൽ
ഇങ്ങനെയൊരു മുഖ്യമന്ത്രി കരുത്തോടെ ഉണ്ട്, ഒരു ഇടതുപക്ഷമുണ്ട്, ഒരു CPIM എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട് എന്നതൊക്കെ നമ്മളിപ്പോൾ തൊട്ടറിയുകയാണ്, അനുഭവിച്ചറിയുകയാണ്. കാരണം സംഘപരിവാറിൻ്റെ ഈ ആക്രമണങ്ങളിൽ അമ്മയടക്കമുള്ള സംഘടനകൾ വാ മൂടിക്കെട്ടിയിരിക്കുമ്പോൾ, അതെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു, പൃഥ്വിരാജിനെ ഇങ്ങനെ തെരുവിലിട്ട് വലിച്ചിഴയ്ക്കുമ്പോൾ താരസംഘടനകൾ എവിടെ എന്നവർ ചോദിക്കുന്നു. ഇങ്ങനെ വലിച്ചിഴയ്ക്കുമ്പോൾ അതിന് താരസംഘടനകൾ പോലും ഒരു ട്രേഡ് യൂണിയൻ ഐക്യം എന്ന നിലയിൽ പോലും അവർ രംഗത്തെത്തുന്നില്ല. പക്ഷേ അവിടെയും സ്വന്തം പ്രസ്ഥാനത്തെ അടക്കം പല ഘട്ടങ്ങളിലും വിമർശിച്ചിട്ടുള്ളവരടക്കമുണ്ട്. പക്ഷേ എന്നാലും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അനുവദിക്കുകയും അതിനെ ജനാധിപത്യ മാർഗത്തിൽ കാണുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കരുത്തോടുകൂടി രംഗത്തെത്തി പൃഥ്വിരാജിനും എമ്പുരാൻ ടീമിനും പിന്തുണ പ്രഖ്യാപിച്ചു. അവർക്ക് എല്ലാവിധ ധൈര്യവും പകർന്നു സംഘപരിവാറിനെതിരെ. അതാണ് ഇവിടെ കാണേണ്ട അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയം.